ന്യൂസ് 16 കേരള. ഫോർക്ക മുൻ ചെയർമാൻ സത്താർ കായംകുളത്തെ അനുസ്മരിച്ചു. പ്രാദേശിക സംഘടനകളുടെ പൊതുവേദിയായ ഫോർക്കയുടെ മുൻ ചെയർമാനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന സത്താർ കായംകുളം അനുസ്മരണ പരിപാടി മലാസിലെ അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഫോർക്ക ജനറൽ കൺവീനർ ഉമർ മുക്കം ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ സായിദ് മീൻചന്ത അധ്യക്ഷത വഹിച്ചു. എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി സമൂഹത്തിന് സത്താർ കായംകുളം നൽകിയ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷിഹാബ് കൊട്ടുകാട് മുഖ്യപ്രഭാഷണം നടത്തി. ഷാജഹാൻ കല്ലമ്പലം, താജ് ഗോൾഡ് സ്റ്റോർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചു. സുധീർ കുമ്പളിൽ നവോദയ, ജയൻ കൊടുങ്ങല്ലൂർ മലയാള മിത്രം, ഷിബു ഉസ്മാൻ GC ടൈംസ്, ബഷീർ ചേലേമ്പ്ര, അലക്സ് കൊട്ടാരക്കര, ഫോർക്ക രക്ഷാധികാരി വിജയൻ നെയ്യാറ്റിൻകര, ജീവകാരുണ്യ കൺവീനർ ഗഫൂർ കൊയിലാണ്ടി, മീഡിയ കൺവീനർ ഫൈസൽ വടകര, റഷീദ് കായംകുളം, ഷാജി മഠത്തിൽ, സലാം പെരുമ്പാവൂർ, റിയാദ് താക്കീസ്, നാസർ വണ്ടൂർ, ഉണർവ് കുടുംബ കൂട്ടായ്മ എന്നിവർ അനുശോചനം അറിയിച്ച് സംസാരിച്ചു. ഫോർക്ക കലാസാംസ്കാരിക കൺവീനർ മജീദ് PC, ഫൈസൽ വടകര, സഫീർ അലി മിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അംഗസംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജലീൽ, ഒരുമ കാലിക്കറ്റ്, സനൂപ് പയ്യന്നൂർ സാംസ്കാരിക വേദി, മുജീബ് കായംകുളം, കായംകുളം പ്രവാസി അസോസിയേഷൻ, കമറുദ്ദീൻ താമരക്കുളം, ഷാജു KC, മാസ് റിയാദ്, അഷ്റഫ് മൂവാറ്റുപുഴ, മുഹമ്മദ് കല്ലൻ റിമാൽ, സലീം പള്ളിയിൽ, എലിപ്പിക്കുളം പ്രവാസി അസോസിയേഷൻ, ഷാജി ഖേബി കൊച്ചിൻ കൂട്ടായ്മ, തൊമ്മിച്ചായൻ കുട്ടനാട് അസോസിയേഷൻ, കരീം പെരുമ്പാവൂർ അസോസിയേഷൻ, ഷൗക്കത്ത് പണിയങ്കര, സാജിദ് അലി റേജ്, മുസ്തഫ റിക്കോ എടത്തനാട്ടുകര, കമാൽ സംറ്റ, നിഹാസ് ബെസ്റ്റ് വേ, സയ്യിദ് ഫൈസൽ പൊന്നാനി വെൽഫെയർ അസോസിയേഷൻ, ജിബിൻ സമദ് കൊച്ചിൻ എന്നിവർ സംസാരിച്ചു. ഫോർക്ക ട്രഷറർ അലി ആലുവ നന്ദിയും പറഞ്ഞു. നമ്മളിവിടെ എല്ലാവരും കൂടിയത് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് സത്താർക്ക. സ്മരണാഞ്ജലി ഇതിപ്പോ 2 ദിവസത്തിനുള്ളിൽ ഫോർക്കയുടെ നേതാക്കന്മാരെ നമ്മുടെ ബഹുമാനിയ സത്താർ സാഹിബിന്റെ അനുസ്മരണത്തിന്റെ ഞാനും പറയുന്നത് അപ്പോൾ ഒരു വിരസത വേണ്ട. ഇനി ഒരുപാട് പേര് അദ്ദേഹത്തെ ഓർമ്മിക്കുവാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സംഘാടകനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ ഇനിയും ജ്വലിച്ചുകൊണ്ടേയിരിക്കട്ടെ. സത്താർക്ക് മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു 15 എണ്ണത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അതുപോലെ ഇപ്പൊ നമുക്കറിയാം, എപ്പോഴും ഈ സത്താർക്ക് വന്നിരുന്നു, അവിടുന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുമ്പ് നെസ്റ്റോലൊക്കെ വലിയൊരു പരിപാടി നടത്തിയല്ലോ, ആ സമയത്താണ് ഞങ്ങൾ ഫോർക്കയിൽ വന്നത്. അറിയിക്കുകയാണ് ഫോർക്കയ്ക്ക് ഇതേപോലുള്ളൊരു വേദി ക്രമീകരിക്കാൻ നിങ്ങൾ കാണിച്ച ആ സംഘടനയ്ക്ക് ഫോർക്കയുടെ എല്ലാ നേതാക്കന്മാർക്കും. ഇവിടെ പലരും പല കാര്യങ്ങളും വിശദാംശങ്ങളായി പറഞ്ഞു. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു അനുജന്റെ സ്ഥാനമാണ്. 33 വർഷം ഈ പ്രവാസ ജീവിതം ആയിരുന്ന ആ വ്യക്തിത്വം. എന്റെ കടമ ഈ അനുസ്മരണ യോഗത്തിന്റെ നന്ദി. ക്യാമറമാൻ ബനോജ് പൂക്കോട്ടുപാടത്തിനൊപ്പം മജീദ് KP, 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.